ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയോട് വേദനയോട് മാപ്പ് പറയാണ് കമലാമ്മ. അപ്പൊ നന്ദിനി വലിയ താല്പര്യമൊന്നുമില്ലാതെ സോറി എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, പേരെടുത്ത് വിളിച്ച് മാപ്പ് പറയണമെന്ന് പറയാം കേട്ടോ. നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വേദ ഇങ്ങനെ അമ്മയുടെ കൈമ പിടിക്കാണ്. വേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകും കേട്ടോ വേദ. അങ്ങനെ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് വേദ അവിടെ ഒന്ന് പോകുന്നത്. അതിനുശേഷം കമലാമ്മ വിക്രത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയും, അറിഞ്ഞോ അറിയാതെയോ നീ കഴുത്തിൽ ചരട് കെട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ നിനക്കൊരിക്കലും ജീവിതത്തിൽ അർഹിക്കാൻ പറ്റാത്ത ഒരുത്തിയാണ് വേദ. അതുകൊണ്ട് നീ ഇട്ട് കളയാതെ നോക്കണം എന്ന് പറയണേ. അപ്പൊ വിക്രം പറയാണ്, എനിക്കത് നന്നായിട്ട് അറിയാം, പക്ഷേ എൻ്റെ ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് അവളെ ഞാൻ പറിച്ചെറിയാൻ മാത്രമേ നോക്കുള്ളൂ എന്ന് വിക്രം കമലാമ്മയോട് പറയുമ്പോൾ കമലാമ്മയ്ക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. വിക്രം അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം കമലാമ്മ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. വേദന ഇനിയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് വിക്രം ശ്രമിക്കുന്നതല്ലോ എന്നാലോചിച്ചിട്ട്. അതിനുശേഷം പിന്നീട് ദീപ്തിയുടെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. നിന്റെ ഫോണൊന്ന് തരുമോ, ഈ വേദന വിളിക്കാന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെ ഫോണോ, എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കാന്ന് പറയും. അങ്ങനെ വേദ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സിറ്റ് ഔട്ടിൽ. ആ സമയത്ത് ദീപ്തി വിളിക്കുകയാണ്. ദീപ്തി എന്തേന്ന് ചോദിക്കുന്നുണ്ട് വേദ. അതെ, ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കാൻ, ചേച്ചിക്ക് സുഖമാണ്. സുഖമാണെന്ന് പറയട്ടോ. അങ്ങനെ മുത്തശ്ശി മേടിച്ചിട്ട് പറയും, മോൾക്ക് സുഖമാണോ എന്ന് ചോദിക്കും. സുഖമാണ് മുത്തശ്ശി. അച്ഛനും അമ്മയൊക്കെ വിളിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ മുഴുവനും പ്രാർത്ഥനയും വഴിപാടായിട്ട് നടക്കാണ് അമ്മ. അച്ഛനും ഇപ്പൊ അങ്ങനെ തന്നെയാണ് പറയുന്നത്. മോൾക്ക് എവിടെയാണ് മനസ്സുഖം അത് കിട്ടട്ടെ എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വേദയ്ക്ക് സങ്കടം വന്ന് വേദ പൊട്ടിക്കറിയാണ് കേട്ടോ. അപ്പൊ മോളെ എന്താ കരയുന്നത്? ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ പിന്നെ വിളിക്കാന്നാണ് ഫോൺ കട്ട് ചെയ്യാണ്. അയ്യോ എന്ത് പറ്റിയാവോ, മോള് കരയുന്നുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ദീപ്തി പറയാം, അപ്പൊ സംഭവം അത് തന്നെ. എന്ത് കാര്യം? എന്നെ വർഷിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ വിനായകൻ ചേട്ടന്റെ പൈസ പോയ കാര്യത്തിന് ദർശൻ ചേട്ടനെ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത്. വേദ ചേച്ചി എന്തിനാണ് ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ദർശേട്ടനെ വിളിച്ചു വരുത്തുന്നത്? ദർശേട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടല്ലേ വേദ ചേച്ചി അവിടെ തന്നെ ചെന്ന് നിൽക്കുന്നത്? പിന്നെ ദർശേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. പക്ഷേ വേദ ചേച്ചി ദർശേട്ടനെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടായിരിക്കും വിളിക്കുന്നത്. പക്ഷെ ദർശേട്ടനെ അതുപോലെ കാണണമെന്നില്ലല്ലോ. എന്തായാലും ഏടത്തേക്ക് ഒന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് വിനായകൻ വരികയാണ്. അപ്പോൾ വിനായകന്റെ അടുത്ത് വന്നിട്ട് നന്ദിനി ദേഷ്യപ്പെട്ടാണ്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും നട്ടലുണ്ടെന്നാണ് ഞാൻ കരുതിയത്, അതും കൂടി ഇല്ലാണ്ടായല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ആ നേരത്ത് ലോണിന്റെ ഒരു ഭാഗം ഏറ്റെടുക്കാന്ന് പറയാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല. എന്തായാലും വിക്രം അടയ്ക്കാന്ന് പറഞ്ഞല്ലോ, അപ്പൊ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. മുറിയിലിരുന്ന് പലഹാരം തിന്നുന്നത് വരെ നിങ്ങളുടെ അമ്മ പറയാൻ തുടങ്ങി, നിങ്ങളുടെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, മുറി വന്ന് ഒളിച്ചു നിൽക്കാൻ എന്ന് പറയട്ടതേ, നീ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞോളാം. അതെ, മുറിയിൽ വന്ന് ഒളിച്ച് നോക്കുന്ന സ്വഭാവമൊന്നും എൻ്റെ അമ്മയ്ക്കില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ പലഹാരം തിന്നണത്? അമ്മ പറഞ്ഞത് അതെ, നീ തിന്നാൻ മാത്രം പോലെ ഈ റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കണം. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് ശ്രീചേട്ടത്തിന് വല്ല പൊട്ടും പൊടിയൊക്കെ തരി കിട്ടിയപ്പോൾ അമ്മനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയട്ടോ. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നില്ലല്ലോ എന്ന് പറയട്ടോ. അതിന് ഇതിലും ഭേദം വേല വാടക വീട്ടിൽ ചെന്ന് കിടക്കണാണ്. ഇത്രയും വർത്താനം കേട്ടില്ലേ എന്ന് പറയട്ടോ. വാടക വീട്ടിൽ ചെന്ന് കിടന്നാൽ നിന്റെ അച്ഛൻ വാടക കൊടുക്കും. എൻ്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വാടക വീടൊക്കെ എടുത്ത് മാറാന്ന് വെച്ചാലേ അത് നിസ്സാര ചെലവല്ല, അതൊന്നും നടക്കുന്ന കാര്യമില്ല, ഇവിടെ തന്നെ കഴിഞ്ഞുകൂടിയേ പറ്റൂ എന്നൊക്കെ പറയാനിട്ട്. ഇതൊന്നും കേട്ടിട്ട് നന്ദിക്ക് വലിയ തൃപ്തിയൊന്നും വരുന്നില്ല. നന്ദിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വിനായകൻ പറഞ്ഞു, നീ വന്ന് കെടുക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് വിനായകൻ ഇങ്ങനെ കെടുക്കാണ്. അതിനുശേഷം പിന്നീട് വിക്രം കുളിച്ചു വരുന്ന സമയത്ത് വേദ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പൊ വിക്രത്തിന് അത് കാണുമ്പോൾ വിഷമാവും കേട്ടോ. വിക്രം വന്നിങ്ങോട്ട് വേദനയോട് വയ്ക്കും, വേതാളത്തിന് ഇതുപോലത്തെ ഇമോഷൻസ് ഒക്കെ ഉണ്ടോ, ഇപ്പോഴും കാരണം തീർന്നില്ലേ എന്ന് ചോദിച്ചിട്ട് വേദന അടുത്തേക്ക് വരികയാണ്. എന്തിനാണ് കരയുന്നത്? ഞാൻ അടിക്കാൻ പോയാനാണോ കരയുന്നത്? അപ്പോ അല്ല, അതിന് നിങ്ങൾക്ക് അപ്പൊ തന്നെ അമ്മ മറുപടി തന്നല്ലോ, പിന്നെന്താ ഞാൻ താങ്ക്സ് പറഞ്ഞ സമയത്ത് നീ കണ്ണു നിറഞ്ഞോടെ നിന്ന് പോയത് എന്നൊക്കെ പറയാനേ, നീ കരഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ വേദന ദേഷ്യമായിട്ട് പറയും, അത് എനിക്കിഷ്ടമുള്ളപ്പോ കാര്യം, ഞാൻ കരയണം തോന്നുമ്പോ കാര്യം, ചിരിക്കണം തോന്നുമ്പോ ചിരിക്കും, നിങ്ങൾക്ക് എന്താ കാര്യം, നിങ്ങൾ എന്തിനാ അത് അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടെ. ഇതാണ് വേണ്ടത്, ഇതാണ് എനിക്ക് കാണേണ്ടത്, നീ ഇതുപോലെ മറുപടി കാണുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഈ കരഞ്ഞ് നിലവിളിച്ച് ഒരു മൂലയിലും അടങ്ങി കൂടിയിരിക്കുന്ന വേദനയെ കാണാനൊരു രസമില്ല എന്നൊക്കെ പറയൂട്ടോ. പിന്നീട് വിക്രം പറയാണ്, അതെ, നീ പിന്നെ വെറുതെ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, നിനക്ക് വീട്ടിലേക്ക് പോക്കൂടെ എന്ന് പിന്നെയും വിക്രം ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട്. ഭാര്യയല്ലേ ഞാൻ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചാണെങ്കിലും അല്ലെങ്കിലും ഈ നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം. പിന്നെ എന്താന്ന് ചോദിക്കാൻ കേട്ടോ. അതിനുശേഷം വേദ എഴുന്നേറ്റ് പോകാൻ പോകുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞെന്ന് പറയും, ഞാൻ ഇവിടെ വന്നപ്പോൾ വിചാരിച്ച തീരുമാനങ്ങളിൽ നിന്ന് കാലാനുസൃതമായി ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വരെ കണ്ട വേദനയല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്, ഇനി മുതലുള്ള വേദ വേറെയായിരിക്കും എന്ന് പറയണ്ടോ.
അതെന്താ അങ്ങനെ? അത് അങ്ങനെ തന്നെയാണ്. ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാന്ന് പറഞ്ഞിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ വേദ പോകാണ് കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ വിക്രം പറയും, ഇവിടെ എന്തോ തീരുമാനിച്ചിരിച്ചിട്ടുണ്ട്, വേദാൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും നോക്കാം എന്ന് വിക്രം ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കാണ്. അതിനുശേഷം പിന്നീട് സാബു എസ്.ഐനെയാണ് കാണിക്കുന്നത്. ശ്രീകാന്തിനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഇടയിൽ അഭിലാഷും കൂട്ടരും എങ്ങനെ കയറി വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു സഹായത്തിന് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാരെ വിളിച്ചതായിരിക്കും എന്ന് പറയാണ്. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, പോൾക്കാട്ടുകാരൻ തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് അവർക്ക് തോന്നുന്നു ചോദിക്കണം. അത് ഉറപ്പാണ്. ശ്രീനിവാസ സാറിന് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പോൾക്കാട്ടുകാരൻ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന്. എന്തായാലും അവൻ തോക്കെടുത്ത് നൽകി. ഇനി അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് എന്ന് പറയൂട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എന്തെങ്കിലും അതിന് ഇടയിൽ ഒരു പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇതേ എൻ്റെ കയ്യിൽ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്, നാളെ തന്നെ വേണമെങ്കിൽ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, നാളെ തന്നെ വേണമെങ്കിൽ ഇതിന്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്യാന്ന് പറയണ്ട. അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് വിക്രം തോക്ക് ചൂട്ടി നിൽക്കുന്ന ഫോട്ടോ നോക്കിയിട്ട് ശ്രീകാന്ത് പറയും, ഇത് ചിലപ്പോൾ ശ്രീനിവാസന്റെ ഫോട്ടോ ആയിരിക്കും, അല്ല തോക്കായിരിക്കും, അത് നമുക്ക് തെളിയിക്കാനൊന്നും പറ്റൂല. പിന്നെ പറയുന്നുണ്ട്, എന്തായാലും ഇതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടെന്ന് ശ്രീകാന്ത് പറയാണ് കേട്ടോ. അതിനുശേഷം ശ്രീകാന്ത് ആ ഫോട്ടോ ഏതൊരു ഫോണിലേക്ക് അയച്ചു കൊടുക്കാണ്. എന്നിട്ടൊരു വോയിസ് മെസ്സേജും കൂടിയിട്ട് ഇടാണ്. ഇതേ കണ്ടില്ലേ, കണ്ണി കണ്ട ആൾക്കാരുടെ തോക്കിന്റെ മുന്നിൽ നിർത്തുന്ന ഒരു ഫോട്ടോ ആണിത്. മറ്റുള്ളവരെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ജീവനും അങ്ങനെ തന്നെ പോകും. വല്ലവരുടെ കത്തിക്കും തോക്കിനും വേണ്ടി ജീവിതം കളയാൻ നിൽക്കുന്നവന്റെ കൂടെ നീ ജീവിക്കേണ്ട, ഇനിയും തിരിച്ചു വരാൻ നിനക്ക് അവസരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വോയിസ് മെസ്സേജ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസ സാർ വിളിച്ചിട്ട് പറയാണ്, പോൾക്കാട്ടുകാരന്റെ വീട്ടിൽ നിന്ന് ആരുമില്ല, ചെറിയൊരു കാര്യമുണ്ട്, കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ട്, അത് കിട്ടിയാൽ നമുക്ക് ഉപകരിക്കും പ്പെടും, നിനക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ ചെയ്യാൻ സാർ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ നിന്റെ വീടിന്റെ പുറത്തുണ്ട്, നീ അവിടേക്ക് ചെന്നാൽ മതി, അവർ കാര്യങ്ങളൊക്കെ പറയുന്നു പറയട്ടോ. ശരി സാർ ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് വിക്രം ഒരുങ്ങി വരുന്ന സമയത്ത് വേദ അവിടെ വന്ന് നിൽക്കാണ്. വേദന്റെ കയ്യിൽ ആ ഫോണും ഉണ്ട് കേട്ടോ, ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കാണ്. അപ്പൊ എങ്ങോട്ട് ഈ സമയത്ത് അതെന്തിനാണ് നീ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. എവിടേക്കായാലും നിങ്ങളിപ്പോൾ ഒരിക്കലും പോകുന്നില്ല എന്ന് പറയട്ടോ. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മോന്ത ഞാൻ അടിച്ച് പൊളിക്കുന്നൊക്കെ പറയട്ടോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ പോകൂല എന്ന് പറയാൻ കേട്ടോ. നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും അമ്മ കൂട്ടായിട്ട് വരുന്നു വിചാരിക്കേണ്ട എന്ന് വിക്രം പറയുമ്പോൾ ഇപ്പൊ തന്നെ ഞാൻ അമ്മനെ വിളിക്കാം, ഇതും കൂടെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അത് കാണുമ്പോൾ വിക്രം ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോഴേ തന്നെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, ഈ ഒരു ഫോട്ടോയും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളുടെ അമ്മ ഹൃദയം പൊട്ടി മരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വിളിച്ചൊന്നും പറയാതെടി എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന, അല്ല തോക്ക് കൊടുത്ത് മറ്റുള്ളവർ ചുട്ടുകൊല്ലാൻ നിൽക്കുന്ന ഒരു ക്രിമിനൽ ആണെന്ന് നിങ്ങളുടെ അമ്മ അറിയട്ടെ എന്ന് പറയാൻ കേട്ടോ. ഇക്രാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്നും നിങ്ങളെ എന്ത് ജോലിയാണ് ഏൽപ്പിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തായാലും നിങ്ങളിപ്പോൾ ഒരിക്കലും പോകണ്ട എന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രങ്ങനെ ഒന്നും മിണ്ടാതെ എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വേദ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല, മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ നോക്കും, ഫോൺ സൈലന്റിൽ വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ എന്ന് പറയട്ടെ. അപ്പോൾ പുറത്തിങ്ങനെ ഹോണടി കേൾക്കാണ്. പുറത്ത് നിങ്ങളുടെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടാവും അല്ലേ, അവര് കുറെ നേരം ഹോൺ അടിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് തന്നെ പൊക്കോളും, നിങ്ങളിപ്പോൾ തൽക്കാലം ആ ഫോൺ സൈലന്റ് ആക്കി പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയും കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റാതെ വിക്രം റൂമിലേക്ക് പോകാനായിട്ട് റൂമിൽ കയറിയിട്ട് ഇങ്ങനെ വാതിലടിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് വേദന ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം കട്ടിൽ ചെന്നിരിക്കുകയാണ്. പിന്നീട് വേദ പോയിട്ടുണ്ടെങ്കിൽ തിരികെ പോകാമെന്ന് വിചാരിച്ചിട്ട് ജനലിൽ അവിടെ വന്ന് നോക്കുമ്പോൾ വേദ പോയിട്ടില്ല കേട്ടോ. വേദ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. വിക്രത്തിന് ഇങ്ങനെ നോക്കുന്നുണ്ട്, വിക്രവും വേദയെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെയും വീണ്ടും പോയിട്ട് കട്ടിൽ ചെന്നിരിക്കും കേട്ടോ. എന്നിട്ട് ശ്രീനിവാസ സാറിനെ വിളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.